കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഉയർന്ന ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പ്. ചൂട് 39 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സൂര്യാഘാത സാധ്യത കണക്കിലെടുത്ത് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 2 ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നുണ്ട്. ജോസഫ്, ഇപ്പോഴും ജില്ലകളിൽ ചൂട് അതേ നിരക്ക് തന്നെ തുടരുകയാണോ? എന്തൊക്കെ നിർദ്ദേശങ്ങളാണ് തൊഴിലാളികൾക്കും മറ്റും നൽകിയിട്ടുള്ളത്? ഹരിത, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ വളരെ കൂടുതലാണ്. ഈ ചൂട് വളരെ കൂടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വിവിധയിടങ്ങളിൽ 36 മുതൽ 39 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ചൂട് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മലയോര ഗ്രാമപ്രദേശങ്ങളിൽ ഇത്തരത്തിൽ ചൂട് കുറവുണ്ടെങ്കിൽ പോലും വരൾച്ചയുണ്ട് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഫെബ്രുവരി മാസം അവസാനമാകുമ്പോൾ തന്നെ ഇത്തരത്തിൽ വലിയ രീതിയിൽ ചൂട് അനുഭവപ്പെടുന്നത് വലിയ രീതിയിലേക്കുള്ള വരൾച്ചയിലേക്കും നയിക്കുമെന്നാണ് കണക്കാക്കുന്നത്. തൊഴിലാളികൾക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ ജോലികൾ ചെയ്യരുത് എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ബസ് സ്റ്റാൻഡിലും മറ്റു പരിസരത്തൂടെ നടക്കുന്ന വഴിയോര കച്ചവടക്കാർക്കും പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അസ്വസ്ഥത തോന്നിയാൽ ഉടൻ തന്നെ ധാരാളം വെള്ളം കുടിക്കുകയും ബന്ധപ്പെട്ട ആരോഗ്യ പ്രവർത്തകരുമായി ബന്ധപ്പെടണമെന്നൊരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഇന്ന് അറിയാവുന്നത് പോലെ തന്നെ ഉത്തര കേരളത്തിൽ വിവിധയിടങ്ങളിൽ തെയ്യക്കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ അമ്പല കമ്മിറ്റികൾക്കും ഇത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ തണ്ണീർ പന്തൽ ഒരുക്കിയാണ് ഇവർ ഈ ചൂടിനെ മറികടക്കാൻ ശ്രമിക്കുന്നത്. എന്തായാലും കണ്ണൂർ ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും കാസർഗോഡ് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും ശക്തമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 11 മണിക്ക് എടുത്ത കണക്കിൽ വിവിധയിടങ്ങളിൽ 32 ഡിഗ്രി സെൽഷ്യസ് ചൂടായിരുന്നു. 1 മണി ആയപ്പോഴത്തേക്കും അത് 36ഉം 37ലേക്കും എത്തുന്നുണ്ട്. ഈ 2 മണി ആകുമ്പോൾ ഒരു പുതിയ റിസൾട്ട് കൂടി വരാനുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ച പോലെ തന്നെ 39 ഡിഗ്രി സെൽഷ്യസിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന നഗരങ്ങളിൽ ഒന്നായി കണ്ണൂർ കഴിഞ്ഞ ദിവസം മാറിക്കഴിഞ്ഞതാണ്. അതിന്റെ തുടർച്ച എന്നവണ്ണം ഇത്തരത്തിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. ഇത് വനമേഖലയിലടക്കം കാട്ടുതീ പടരുമെന്നുള്ള ആശങ്കയടക്കം വിതയ്ക്കുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പും ഒരു പ്രത്യേക ജാഗ്രതയിലാണുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ വനത്തിനുള്ളിലെ തണ്ണീർ തടാകങ്ങളെല്ലാം വൃത്തിയാക്കി വന്യജീവികൾക്ക് വേണ്ട ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും സമഗ്രമായ പ്രവർത്തനങ്ങളാണ് ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികളും നടത്തി വരുന്നത്. പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ നേരിട്ട് ഒരു കാരണവശാലും 11 മണി മുതൽ 3 മണി വരെ നേരിട്ട് ഒരു കാരണവശാലും സൂര്യപ്രകാശം ഏൽക്കുന്ന രീതിയിൽ ജോലികൾ ചെയ്യരുത് എന്നുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ വലിയ രീതിയിൽ റോഡ് പണി നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് കണ്ണൂർ, കാസർഗോഡ് ജില്ല. അതുകൊണ്ട് തന്നെ തണൽ മരങ്ങൾ ഏറെ നശിക്കപ്പെടുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അതിന്റെ മാത്രവുമല്ല, വലിയ രീതിയിലുള്ള പൊടിയും ഈ തൊഴിലാളികൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ വിവിധയിടങ്ങളിൽ 36ഉം 37ഉം ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. വരും മണിക്കൂറുകളിൽ അത് കൂടാനുള്ള സാധ്യത തന്നെയാണ് കണക്കാക്കുന്നത്. എന്തായാലും ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു. യെല്ലോ അലേർട്ടാണ് ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത്. ഹരിത. ശരി, ജോസഫാണ് വിവരങ്ങൾ